സതിയുടെ മൂന്നാം ഘട്ടം കഥ തുടങ്ങുകയാണ്. ലീല ഭർത്താവ് രവിയോട് ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ചുമ്മാതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നു പറഞ്ഞു. രവി ചാരുകസാരയിൽ ഉമ്മറത്ത് ഇങ്ങനെ കിടന്നു ചിന്തിച്ചു. എൻ്റെ മോള് സതിയാണോ ആ പയ്യൻ്റെ കൂടെ പോയത്? തന്നെ അയാൾ എൻ്റെ മോളെ തന്നെയാണോ കണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു. അപ്പോഴത്തേക്കാ ഒരു കാലൊച്ച. നോക്കിയപ്പോൾ മോള് കോളേജ് വിട്ട് വരുന്നു. എന്താ അച്ഛാ ഇങ്ങനെ കിടക്കുന്നേ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് സതി അകത്തേക്കു നടന്നു. അച്ഛൻ സതിയോട് പറഞ്ഞു, അവിടെ നിൽക്കൂ, നീ ഞായറാഴ്ച മായയുടെ വീട്ടിൽ പോയോ? ഇല്ല. പിന്നെ ഞായറാഴ്ച നീ എവിടെ പോയി? സതി പെട്ടെന്ന് ഞെട്ടി. അയ്യോ, അച്ഛൻ അറിഞ്ഞല്ലോ, എന്നെ കൊല്ലുമല്ലോ എന്ന് മനസ്സിലോർത്തു. അത് അച്ഛാ, ഞാൻ മായയുടെ വീട്ടിൽ തന്നെ പോയത്, ഒരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ നീ അല്ലെന്ന് പറഞ്ഞതോ? അത് ഞാൻ ഓർത്തില്ല അച്ഛാ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ രവി ഒന്ന് മൂളി. എന്ന് മൂളി. അവൾ അകത്തേക്ക് ഓടിപ്പിടച്ചു. അപ്പോൾ സതിയുടെ അച്ഛനൊരു സംശയം തോന്നി. എന്തോ കള്ളത്തരം ഇവളുടെ കയ്യിലുണ്ട്. അയാൾ ഇവളെയാണോ കണ്ടത്? ആയിരിക്കില്ല, തോന്നിയതായിരിക്കും. പിന്നെ അവൾ ആദ്യം പറഞ്ഞതോ സതിയുടെ വീട്ടിൽ പോയില്ലെന്ന് രവി മനസ്സ് വിചാരിച്ചു. അതാദ്യമൊക്കെ തെറ്റ് പറ്റിയതായിരിക്കും എന്ന് രവി സമാധാനപ്പെട്ടു. പെട്ടെന്ന് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം സതിയെ എന്ന് രവി മനസ്സുകൊണ്ട് വിചാരിച്ചു. രവി രാത്രി അത്താഴം കഴിക്കാനായിട്ടിരുന്നപ്പോൾ സതിയെ കണ്ടില്ല. മോളെന്തിയെ? അവൾ നേരത്തെ അത്താഴം കഴിച്ചു കിടന്നു, എന്തോ ക്ഷീണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അത്താഴം കഴിച്ചതിന് ശേഷം ഉമ്മറത്തെ ചാരുകസാരയിൽ രവി കുറച്ചു നേരം ഇരുന്നു. ഭാര്യ വന്ന് വിളിച്ചു, നിങ്ങൾ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം, നീ പൊക്കോളൂ, ഞാൻ ദാ വരുന്ന എന്ന്. രവി കുറച്ചു നേരം ഉമ്മറത്ത് ഇരുന്ന് സതിയെക്കുറിച്ച് ചിന്തിച്ചു. ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ രവി പെയ്യെ എണീറ്റ് അച്ഛൻ രവി അങ്ങനെ പെയ്യെ നടന്ന് സതിയുടെ റൂമിൻ അരികിൽ ചെന്നു. ശബ്ദമുണ്ടാക്കാതെ ആരോടോ പെയ്യെ സംസാരിക്കുന്നു. ഒന്നും വ്യക്തമല്ല, എന്തോ സംസാരിക്കുന്നു എന്ന് രവിക്ക് മനസ്സിലായി. രവി ഒന്നും മിണ്ടിയില്ല. വേണ്ട, അവളെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് രവിയുടെ റൂമിലേക്ക് ചെന്നു. ഭാര്യ ലീല ചോദിച്ചു, കിടക്കുന്നില്ലേ? ഇല്ല, നീ കിടന്നോളൂ, റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഭാര്യ ലീല ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, സതിയെ കല്യാണം കഴിച്ച് വിടാൻ പ്രായമായി, 20 വയസ്സ് കഴിഞ്ഞ്, ഇനി അവളെ കെട്ടിച്ച് വിടണം. അപ്പം ലീല പറഞ്ഞു, അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നതല്ലേ, അത് തീരട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇല്ല, വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, അവളെ പെട്ടെന്ന് കെട്ടിച്ച് വിടണം. നാളെ ഞാൻ ഒരു ബ്രോക്കറെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. നല്ല ആലോചന ഉണ്ടെങ്കിൽ കെട്ടിച്ച് വിടണം, ഇനി പഠിത്തമൊന്നും വേണ്ട എന്ന് രവി ലീലയോട് പറഞ്ഞു. ലീല, എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ എന്ത് എന്ന് പറഞ്ഞ് ലീല കിടന്നുറങ്ങി. രവി കുറച്ചു നേരവും കൂടി ആ റൂമിൽ നടന്നതിന് ശേഷം അദ്ദേഹവും കിടന്നുറങ്ങി. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചു. പെട്ടെന്ന് തന്നെ രവി ഒരുങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം ലീല ചോദിച്ചു, നിങ്ങൾ എവിടെ പോണു ഇത്രയും രാവിലെ? ഞാൻ ദാ വരുന്ന, എനിക്കൊരു ബ്രോക്കറെ കാണണം. ഇത്രയും രാവിലെ പോണോ? പിന്നെ പോയാൽ പോരെ? പറ്റില്ല, ഇപ്പോൾ തന്നെ പോണം എന്ന് പറഞ്ഞു. ലീലയോട് രവി പറഞ്ഞു, നീ ഒന്ന് നിന്നേ, നിൻ്റെ മോളെടുത്ത് പറയണം, ഇനി പഠിത്തമൊന്നും വേണ്ട, നല്ല ആലോചന വന്നാൽ ഞാൻ കെട്ടിച്ചു വിടും എന്ന് പറഞ്ഞാര്, ഇനി പഠിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞേര്, പഠിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് ലീല പറഞ്ഞു. രവി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും സതി കണ്ണും തിരുമ്മിക്കൊണ്ട് അമ്മയുടെ അടുത്ത് ഓടി വന്ന് അടുക്കളയിലേക്ക്. അമ്മേ, നീ ഇങ്ങനെ കിടന്നുറങ്ങ്, നിന്നെ കെട്ടിച്ചു വിടാൻ പോവുകയാണ്, അവിടെ ചെല്ലുമ്പോൾ കാണാം. എന്നെയോ കെട്ടിച്ചു വിടാൻ? ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഇപ്പോഴൊന്നും, എനിക്ക് പഠിക്കണം. നീ പഠിക്കുകയൊന്നും വേണ്ട, അച്ഛൻ നിനക്ക് പയ്യനെ നോക്കാനായിട്ട് ബ്രോക്കറെ കാണാൻ പോയേക്കുകയാണ്. എനിക്ക് പഠിക്കണം, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിൻ്റെ അച്ഛൻ പറയുന്നത് നീ കേട്ടാൽ മതി. അച്ഛൻ നിന്നോട് പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ബ്രോക്കറെ കാണാൻ പോയേക്കുകയാണ് എന്ന് പറഞ്ഞു. സതി ആകെ വിഷമിച്ചു. സതി പെട്ടെന്ന് റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് ഫോൺ എടുത്ത് ശിവനെ വിളിച്ചു. ശിവ, എനിക്ക് വയ്യ, എന്നെ കെട്ടിച്ചു വിടാൻ പോവുകയാണ്, നമുക്കിനി കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, എന്താണെന്ന് അറിയില്ല. അച്ഛൻ ഇനി അമ്മയുടെ അടുത്ത് പറഞ്ഞെന്നു, സതി പഠിക്കണ്ട, അവളെ കെട്ടിച്ച് വിടാറായി, പഠിത്തം മതി എന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു. ശിവൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ അച്ഛനോട് വന്ന് നിന്നെ കെട്ടിച്ച് തരുമോ എന്ന് ചോദിക്കാം. അച്ഛൻ സമ്മതിക്കില്ല ശിവ, നമ്മൾ രണ്ടുപേരും 2 ജാതിയാണ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കാം, നീ വിഷമിക്കണ്ട, നാളെ ആകട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ശിവൻ പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി കാറും എടുത്ത്
സതിയുടെ വീട്ടിലേക്ക് പോവാനിറങ്ങി. അപ്പോഴത്തേക്ക് ശിവൻ വിചാരിച്ചു, ഒന്ന് സതിയെ വിളിച്ച് ചോദിക്കാം അച്ഛൻ അവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ ശിവൻ ഫോൺ എടുത്ത് സതിയെ വിളിച്ചു. സതിയുടെ അച്ഛൻ അവിടെ ഉണ്ടോ? അച്ഛൻ അവിടെ ഉണ്ട്. എന്താ ശിവ, ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട, ഇവിടെ വന്നാൽ അച്ഛൻ വഴക്കു പറയും. വേണ്ട ശിവ, സമ്മതിക്കത്തില്ല. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഞാൻ വരുന്നു. എന്തായാലും നിൻ്റെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ എന്ത് പറയുന്നെന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. സതി ഒന്നും മിണ്ടില്ല. മൂളി ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ സതി റൂമിൽ നിന്നിറങ്ങി അച്ഛൻ എവിടെയുണ്ടെന്ന് ഒന്ന് പരതി നോക്കി. അച്ഛൻ ഉമ്മറത്ത് ചാരുകസാരയിൽ കിടക്കുകയാണ്. ശിവൻ വരുമ്പോൾ ഇനി എന്താണെന്ന് അറിയാൻ വയ്യ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ അകത്തിരുന്ന് പ്രാർത്ഥിച്ചു. രവി നോക്കിയപ്പോൾ പെട്ടെന്ന് വീട്ടുമുറ്റത്തൊരു കാറ്. ആ കാറിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി വരുന്നു. കാണാൻ നല്ല സുന്ദരനായ ഒരു പയ്യൻ. ഇങ്ങോട്ടാണല്ലോ വരുന്നത്, വീട്ടിലോട്ടാണല്ലോ വരുന്നത്. ഈ പയ്യനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇതാരാണ് എന്ന് അറിയില്ല എന്ന് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി. ഞാൻ ഈ പയ്യനെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും ശിവൻ നടന്ന് രവിയുടെ അടുത്തേക്ക് വന്നു. നിങ്ങളാരാ? എൻ്റെ പേര് ശിവൻ. സതിയുടെ അച്ഛനാണോ? അതെ. കയറിയിരിക്കട്ടെ ഒന്ന്? അതിനെന്താ, കയറിയിരുന്നോളൂ എന്ന് രവി ശിവനോട് പറഞ്ഞു. സതിയുടെ അച്ഛൻ ചോദിച്ചു, എന്താ വന്നത്? സതിയെ എങ്ങനെ അറിയാം? സതിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് സതിയെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ച് തരുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. നിൻ്റെ വീട്ടിൽ ആരുമില്ലേ വന്ന് പെണ്ണ് ചോദിക്കാൻ എന്ന് ശിവനോട് രവി ചോദിച്ചു. എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. ഒരു സഹോദരിയുണ്ട്. സഹോദരി കല്യാണം കഴിച്ച് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ശിവൻ പറഞ്ഞു, എനിക്ക് സതിയെ ഇഷ്ടമാണ്. സതിക്ക് എന്നെ ഇഷ്ടമാണ്. സതിയുടെ അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം എന്ന് പറഞ്ഞു. രവി ഒന്ന് സൂക്ഷിച്ചു നോക്കി. നടക്കില്ല, ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? കഥയുടെ ബാക്കി അടുത്ത എപ്പിസോഡ്.